സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കരുതലോടെ നീങ്ങാനാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. വിഷയത്തിൽ ഛിദ്രശക്തികളുടെ ഇടപെടൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ലീഗ് ആദ്യം പ്രതികരിക്കാതിരുന്നതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിപ്പിക്കാൻ പാടില്ലെന്നും ലീഗ് പറയുന്നു. മുബഷീർ P അക്ബർ ചേരുന്നു വിശദാംശങ്ങളുമായി. മുബഷീർ, ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് എന്താണ്? റോഷി, ഈ ഒരു വിഷയത്തിൽ കരുതലോടെ നീങ്ങാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ച് ഇതൊരു ചർച്ചയാക്കാൻ ശ്രമിക്കാതിരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയുമായി ബന്ധപ്പെട്ട് ചിത്രശക്തികളുടെ ഇടപെടൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആണെന്നുള്ളതായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവത്തിന് ചേർന്ന ഒരു ചർച്ചയല്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതേതും അദ്ദേഹം ചേർത്ത് പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിനെയും മുസ്ലിം ലീഗ് പ്രശംസിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ നോക്കി, എന്നാൽ പരിഹാരമായില്ല. പ്രശ്നം പരിഹരിക്കാൻ നോക്കിയത് കുറ്റമായി കാണാൻ പറ്റില്ലല്ലോ എന്നൊരു മറുചോദ്യം ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉന്നയിച്ചു എന്നുള്ളതാണ്. വിശേഷം ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ തന്നെ സ്കൂളിനെതിരെ ഒരു കുട്ടിയെ, കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രബല മുസ്ലിം സമുദായ സംഘടനകളിലൊക്കെ തന്നെ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വന്നിരുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് അവസരോചിതമായി ഇടപെട്ടില്ലെന്നൊരു അഭിപ്രായം ഒരു വിഭാഗം സമുദായ നേതാക്കളൊക്കെ തന്നെ വിമർശനമായി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞിരുന്നത്. അതേസമയം കോൺഗ്രസിന്റെ നിലപാടിനെയും ഈ പറയപ്പെടുന്ന സംഘടനകളൊക്കെ തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഈ ഒരു പ്രശ്നം വഷളാക്കാനാണ് ശ്രമിച്ചത്. സ്കൂൾ മാനേജ്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രശ്നം വഷളാക്കാനുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതായിരുന്നു സമുദായ സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ ഒരു സമയത്ത് കൂടിയാണ് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കരുതലോടെ കൂടിയുള്ള ഒരു നിലപാട് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. മന്ത്രി V ശിവൻകുട്ടിയുടെ അഭിപ്രായത്തെ വ്യക്തിപരമായ ഒരു സ്റ്റാൻഡായി എടുത്തു എന്നുള്ളതും മുസ്ലിം ലീഗ് പ്രശംസിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല പ്രസ്താവന തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എടുത്തതും പറഞ്ഞതും. എന്നാൽ ആത്യന്തികമായി നോക്കിയാൽ കേരളത്തിലെ കുട്ടിയുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു എന്നൊരു വിമർശനം മുസ്ലിം ലീഗ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇടതുപക്ഷം സംസ്ഥാനം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇങ്ങനൊരു വർഗീയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാലയത്തിൽ നിന്നും പഠനം നിർത്തേണ്ടി വന്നത് സംസ്ഥാന സർക്കാരിന്റെ വലിയ വീഴ്ചയാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുമ്പോഴും സംസ്ഥാന സർക്കാരിന് ഇതിൽ വീഴ്ച വന്നു എന്നുള്ളത് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സാധാരണഗതിയിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് സ്വീകരിക്കാറുള്ള ആ നിലയിലുള്ള ഒരു കരുതലോടുകൂടിയുള്ള ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു എന്നുള്ളത് പറയേണ്ടി വരും. ലീഗിന്റെ നേതാക്കളൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. MSF പോലെയുള്ള പോഷക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിനും രംഗത്ത് വന്നിരുന്നില്ല. വിശേഷം ഒരു വിഭാഗം ഇത് ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ലീഗ് അത്തരമൊരു നീക്കം നടത്തിയിരുന്നത്. ഏറ്റവും ഒടുവിലാണ് PK കുഞ്ഞാലിക്കുട്ടി ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ആ ഒരു കുട്ടിയുടെ പഠനം നിർത്തിയതിൽ സംസ്ഥാന സർക്കാരിനെ മുസ്ലിം ലീഗ് വിമർശിക്കുന്നു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കഴിവായിട്ട് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റോഷ്നി, ശരി. അപ്പോൾ മുബഷീർ പറഞ്ഞതാണ് ലീഗിന്റെ നിലപാട് കരുതലോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം അത്തരത്തിലുള്ള ഒരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത്.